ഇന്ന് നമ്മൾ 3 ആയത്തുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ 3 ആയത്തുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ചിലപ്പോഴൊക്കെ നമുക്ക് ചില വിഷയങ്ങളിലേക്ക് ഇറങ്ങാൻ സാധിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകാറില്ലേ? നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണെങ്കിലും, ഉദാഹരണം പറയാം, ഒരു വീട് ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ചിലപ്പോൾ നാം ഉദ്ദേശിച്ച പോലെ നമുക്കതിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം വിൽക്കണമെന്നുണ്ട്, ആ വിൽപ്പനയിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവർ ചോദിക്കും നമ്മളോട്, എന്താ അത് ഒന്ന് വിറ്റൂടെ, അല്ലെങ്കിൽ വീടുണ്ടാക്കാനുള്ള സ്ഥലം വാങ്ങിച്ചൂടെ? ഇതൊക്കെ നമ്മളോട് ചോദിക്കും. ഇതൊരു ഉദാഹരണം പറഞ്ഞാണ്. പക്ഷെ നമുക്കെന്തോ മനസ്സുകൊണ്ട് അതിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അത് ഇറങ്ങാൻ പറ്റാതിരിക്കാനുള്ള കാരണം എന്താ? ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഉൾഭയം ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് പേടിയുണ്ടാവും. അവരെന്താ പറയുക, അവരെന്താ വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ ജീവിതത്തിൽ നമ്മുടെ ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടാകും. ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പറയുന്ന 3 ആയത്തുകൾ പതിവാക്കാവുന്നതാണ്. കൂടുതൽ സമയമൊന്നും ഇത് ഓതേണ്ട ആവശ്യമില്ല. നമുക്കിത് ഓതാൻ ആകെ 2-3 മിനിറ്റ് ആവശ്യം ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് സുബഹയ്ക്ക് ശേഷം മഗ്‌രിബിന് ശേഷം ഓതലിനെ പതിവാക്കിയൊക്കെ നമ്മുടെ അടഞ്ഞു കിടക്കുന്ന ഡോറുകളൊക്കെ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടാനൊരു കാരണമാകുന്ന ആയത്തും കൂടെയാണത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് പറയേണ്ടി വരുന്നത്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് എന്തിലേക്കെങ്കിലും ഇറങ്ങാനുള്ള ഈ ഒരു ഭയം ചിലപ്പോൾ ഉൾഭയം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ പേടിക്കുന്നുണ്ടാകാം. ഇൻഷാ അല്ലാഹ് അതിന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ആയത്തുകളാണ് കാണിക്കുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം തന്നെ ആയത്ത് കാണിക്കുകയാണ്. സൂറത്തുൽ ഖസസിലെ 3 ആയത്തുകളാണിത്. അതിൽ സൂറത്തുൽ ഖസസിൻ്റെ 23, 24, 25 വളരെ പെട്ടെന്ന് ഓതി തീർക്കാവുന്നതാണ്. വലമ്മാ വറദ മാഅ മദിയന മാഅ മദിയന വജദ അലൈഹി ഉമ്മതൻ മിനൻ നാസി യസ്ഖൂന വവജദ മിൻ ദൂനിഹിം ഇംറഅതൈനി എന്ന് തുടങ്ങുന്ന വളരെ പവിത്രമേറിയ ആയത്താണിത്. ഈ ആയത്ത് ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ വായിക്കാൻ കിട്ടുന്നതാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ഓതുക. അതിൻ്റെ അവസാനത്തെ ആയത്തിൻ്റെ അവസാനം വരെ വഖസ്സ അലൈഹിൽ ഖസസ ഖാല ലാ തഖഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ എന്ന് പറയുന്ന അതിൻ്റെ അവസാനം വരെ അതല്ലേ. ഇതിൻ്റെ ഓരോ അർത്ഥവും ആശയമൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് കിട്ടും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥവും ആശയമൊക്കെ അറിഞ്ഞ് ഓതാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ ഓതണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അർത്ഥം അത്രമേൽ പവിത്രമേറിയ അർത്ഥമാണ്. നമുക്ക് നല്ല ആത്മാർത്ഥതയും എല്ലാ വിഷയത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു മനക്കരുത്തും കിട്ടാനൊക്കെ കാരണമാകും ഇതിൻ്റെ അർത്ഥം പഠിക്കുകയാണെങ്കിൽ. പക്ഷെ അതിൻ്റെ അർത്ഥത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ജസ്റ്റ് ഇത് അർത്ഥം അറിയാത്തവർ പോലും ഓതിയാൽ നമുക്ക് നല്ല മനക്കരുത്ത് കിട്ടും, നല്ല ഹിമ്മത്ത് കിട്ടും, നല്ല പവർഫുള്ളായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇതിനോട് കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടെ പറയാണ്. നമ്മളെല്ലാ വിഷയത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ തവക്കുലാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിലും നമ്മൾ ഭയപ്പെടരുത് എന്നുള്ളതാണ്. ഒരു കാര്യത്തിലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ആരെയും ഭയപ്പെടേണ്ട, ഒരു വിഷയത്തിലും ഭയപ്പെടേണ്ട. ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ നമ്മൾ ഭയപ്പെടേണ്ട. അപ്പോൾ നമുക്കൊരു സ്ഥലം വിൽക്കാനുണ്ടെന്ന് സങ്കല്പിക്കാം, അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് വാടക വീട്ടിലുണ്ട്, വീടെടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ അതിലേക്ക് അങ്ങ് ഇറങ്ങന്നെ, റബ്ബിനെ തവക്കുലാക്കി ഇറങ്ങാന്നാണ്. മഹാന്മാരൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. അവരൊക്കെ റബ്ബിനെ തവക്കുലാക്കി അതിലേക്ക് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അവർ ആത്മാർത്ഥമായിട്ടാണ് ഇറങ്ങിയത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നല്ലൊരു വഴി കാണിച്ചു കൊടുക്കും. അങ്ങനെ റബ്ബ് നമുക്കും നല്ല വഴി കാണിച്ചു തരാൻ ഇതൊരു കാരണമാകുന്നുള്ളതാണ്. നമ്മൾ ധൈര്യത്തിലങ്ങ് ഇറങ്ങുക, ബാക്കി അള്ളാഹ് അങ്ങ് ഏറ്റെടുക്കും എന്നുള്ള രൂപത്തിൽ. ചില ആളുകളുടെ തവക്കുലിൻ്റെ രൂപം വേറെ രൂപമാണ്. അവരുടെ രൂപം എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പറയും, അത് അള്ളാഹ് ശരിയാക്കിക്കോളും. അവരതിലേക്ക് ഇറങ്ങൂല. നമ്മളോട് അള്ളാഹ് ഇറങ്ങാൻ വേണ്ടി പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വെറും തവക്കുൽ മാത്രം പോരാ, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യും കൂടെ വേണം. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമാണ്. ഒരിക്കൽ നിസ്കരിക്കാൻ വേണ്ടി വന്ന ഒരാൾ അവിടെ ഒട്ടകത്തിനെ
കെട്ടാതെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറുന്നു. അപ്പോൾ ഈ ഒട്ടകത്തിനെ കെട്ടാതെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറിയാൽ എന്താ സംഭവിക്കുക? അറബ് നാട്ടിലെ മരുഭൂമിയിലൂടെ ഒരൊട്ടകം അലഞ്ഞു തിരിഞ്ഞ് കെട്ടിയിട്ടില്ലെങ്കിൽ അത് പോയി പോകും. അതങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒട്ടകത്തിനെ കിട്ടൽ പ്രയാസമാണ്. കാരണം അനന്തമായി കിടക്കുന്ന മരുഭൂമിയാണ്. ആ മരുഭൂമിൻ്റെ ഉള്ളിൽ ഒട്ടകത്തിനെ കണ്ടുപിടിക്കൽ വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കണ്ടുപിടിക്കാൻ കഴിയില്ല. അങ്ങനെ ഒട്ടകം നഷ്ടപ്പെട്ടിട്ട് ഒട്ടകത്തിനെ തെരഞ്ഞുപോയി ദിശയറിയാതെ മരുഭൂമിയിലെ ചൂടിൽ വെള്ളം കിട്ടാതെ മരണപ്പെട്ടു പോയവർ വരെയുണ്ട്. അപ്പോൾ അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ ഒട്ടകത്തിനെ കെട്ടിയിട്ടാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ ഒട്ടകത്തിനെ കെട്ടിയിടാതെ നിസ്കരിക്കാൻ വേണ്ടി കയറിയവരോട് ചോദിച്ചത്, ഒട്ടകത്തിനെ കെട്ടുന്നില്ലേ, എന്നിട്ട് നിസ്കരിക്കാൻ പോയാൽ പോരെ, ഒട്ടകം നഷ്ടപ്പെട്ടു പോകൂലേന്ന്. അപ്പോൾ ഈ ഒട്ടകത്തിനെ കെട്ടേണ്ട ആളെന്താ മറുപടി പറഞ്ഞതെന്നറിയോ? ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എൻ്റെ ഒട്ടകത്തിന് അള്ളാഹു നോക്കിക്കൊള്ളുന്നു. എന്താ മറുപടി കൊടുത്തതെന്നറിയോ? ഒട്ടകത്തിനെ കെട്ടുക, കെട്ടിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി പോകുക, എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക, ഒട്ടകത്തിന് സംരക്ഷണം നൽകണേ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ചെയ്തിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യണം. അപ്പോൾ നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിനെ അല്ലാതെ നമ്മുടെ മുമ്പിൽ ആർക്കും തടസ്സങ്ങളോ ബ്ലോക്കുകളോ നിർത്താൻ കഴിയൂല. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഏത് വിഷയത്തിലാണെങ്കിലും ധൈര്യത്തിൽ ഇറങ്ങാം. ഇപ്പോഴും പല വിഷയങ്ങളിലേക്ക് ഇറങ്ങാത്തവരുണ്ട്. മോളെ വിവാഹമാണെങ്കിലും അതിലേക്ക് ഇറങ്ങാൻ ഭയം. എല്ലാത്തിനും ഒരു ഭയമുള്ള ആളുകൾ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ജീവിതം നമ്മൾ നന്നായിട്ട് ശുദ്ധീകരിക്കണം. എങ്ങനെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം എപ്പോഴും മറ്റുള്ളവനോട് വെറുപ്പില്ലാത്ത ഹൃദയമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. മറ്റുള്ളവരോട് വെറുപ്പില്ലാത്ത ഹൃദയം ഉണ്ടാക്കി മാറ്റുക എന്നുള്ളത്. വിശുദ്ധ ഇസ്ലാം മതങ്ങൾ ഒരിക്കൽ ഒരു സ്വഹാബി ഇങ്ങനെ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ പറയുന്നുണ്ട്, ആ വരുന്ന ആളുണ്ടല്ലോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആളാണ്, സ്വർഗാവകാശിയാണ്. പിന്നെയും മറ്റൊരു ക്ലാസ്സിൽ അദ്ദേഹം കയറി വരുമ്പോൾ വീണ്ടും അങ്ങനെ പറയുന്നുണ്ട്, മൂന്നാമത് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ചില സ്വഹാബാക്കൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവരെ വീട്ടിൽ പോയി ഒന്ന് രണ്ട് ദിവസമൊക്കെ കൂടിയപ്പോൾ പ്രത്യേകമായിട്ട് എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും അമലുകൾ ചെയ്യുന്ന കാണുന്നില്ല. നമ്മൾ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഉളു എടുക്കുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, ഇതിനപ്പുറത്തേക്ക് വേറൊന്നും കാണുന്നില്ല. അപ്പോൾ സത്യാവസ്ഥ പറഞ്ഞു കൊടുത്തു. ഞാനിങ്ങനെ വീട്ടിൽ ഇങ്ങനെ താമസിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നബിതങ്ങൾ നിങ്ങൾ സദസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു എന്ന്. അപ്പോൾ ആ സ്വഹാബി വരെ മറുപടി കൊടുക്കുന്നുണ്ട്, വേറെ കാരണമൊന്നുമില്ല, ഞാൻ പ്രത്യേകമായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരാളോടും വെറുപ്പില്ല എന്നുള്ളത്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരാളോട് വെറുപ്പില്ലാണ്ടിരിക്കുക എന്നുള്ളത് അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ. പിന്നെ 5 വഖത്ത് ഫർദ് നമസ്കാരത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവാൻ പാടില്ല. അത് കറക്റ്റ് ടൈം ടു ടൈം നിസ്കരിക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ തീരൂ. അതിനൊരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് കൃത്യമായിട്ട് ചെയ്യാം. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾക്ക് വലിയ പവിത്രത തന്നെ ചെയ്യാം. എല്ലാ ദിവസവും അസ്മാ ഉൽ ഹുസ്ന പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ എന്ത് ചെയ്യുക, ചൊല്ലുക. ഗീബത്ത് എന്ന് പറയുന്ന സാധനം നമ്മുടെ നാക്കുകൊണ്ട് പറയാതിരിക്കുക. അതിന് വലിയ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതാണ്. പരലോകത്ത് അതിനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് വലിയ ശിക്ഷയാണ്. നമ്മളൊക്കെ പഠിച്ചതാണ്. ജീവിതകാലത്ത് ഭക്ഷിച്ചതുപോലെ ഭക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ട് കൊണ്ടുവരും നമ്മളോട് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആരും പ്രവേശിക്കരുത്. ഇങ്ങനെ ജീവിതം കൊണ്ട് സംശുദ്ധമാക്കി ജീവിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് റിസൾട്ട് ലഭിക്കും. പലപ്പോഴും പല ആളുകളും പല അമലുകളും ചെയ്യുന്നു, റിസൾട്ട് കിട്ടാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട്. നമ്മൾ ഈ ഹറാമുകൾ കേൾക്കുന്നു, ഹറാമുകൾ കാണുന്നു, ഹറാമുമായി ബന്ധപ്പെടുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ടിലും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നല്ല ചിട്ടയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. ഈ പറയുന്ന 3 ആയത്തുകൾ ഖസസിലെ 23, 24, 25 ആയത്തുകളെ ഇൻഷാ അല്ലാഹ് എന്തുണ്ടെങ്കിലും ചൊല്ലിയിട്ട് ഇറങ്ങിയാൽ
അതിൽ നല്ല വിജയം ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.